ലഹരി മാഫിയയുടെ വലിയ തരത്തിലുള്ള ഒരു ഭീഷണിയിൽ മുന്നോട്ട് പോവുകയാണ് നമ്മുടെ കൊച്ചു സംസ്ഥാനമായിട്ടുള്ള കേരളം. പിണറായി വിജയൻ സർക്കാരിന് കാര്യമായിട്ടുള്ള നടപടികൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുക്കാൻ സാധിക്കുന്നില്ല. ഈ അടുത്ത കാലത്ത് നടന്ന കുറച്ച് കൊലപാതകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ക്രമസമാധാനം നിലനിർത്താൻ വേണ്ടി ഇപ്പോൾ ഒരു ചെറിയ മുറിമരുന്ന് പോലെ അവിടെ ഇവിടേക്ക് ഒരു അറസ്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ലഹരി മാഫിയെ പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു നടപടി നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നിലവിലെ സാഹചര്യത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഈ സമയത്ത് നമ്മുടെ രാജ്യം തന്നെ വലിയ തരത്തിൽ അഭിമാനിക്കേണ്ടതും അല്ലെങ്കിൽ ഈ ഒരു ലഹരി മാഫിയക്കെതിരെ നടപടിയെടുത്തതിൽ ഏറ്റവും കൂടുതൽ പ്രശംസിക്കേണ്ടതും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെയാണ്. കാരണം നരേന്ദ്രമോദി ജമ്മു കാശ്മീരിൽ നടത്തിയ ലഹരി മാഫിയക്കെതിരെയുള്ള ഒരു ഓപ്പറേഷനുണ്ട്. ഈ ഓപ്പറേഷനോട് കൂടി കാശ്മീരിലെ ഭീകരവാദികൾക്ക് വലിയ തരത്തിൽ സാമ്പത്തികം ലഭിച്ചിരുന്ന ഈ ലഹരി കച്ചവടം പൂർണ്ണമായിട്ടും ഇപ്പോൾ അവിടെ ഇല്ലാതെ ആയിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. ഇതിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം ഹിസ്ബുൾ മുജാഹിദ്ദീൻ എന്ന് പറയുന്ന ഒരു ഭീകരവാദ പ്രസ്ഥാനമാണ് നമ്മുടെ രാജ്യത്തേക്ക് ഏറ്റവും കൂടുതൽ ലഹരി എത്തിക്കുന്ന ഒരു തീവ്രവാദ സംഘടന. ഇത് ജമ്മു കാശ്മീർ വഴിയാണ്. ജമ്മു കാശ്മീർ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിൽ നിന്ന് ജമ്മു കാശ്മീരിലേക്ക് ഈ ഭീകരവാദികൾ ഈ ലഹരി കടത്തി കൊണ്ടുവരികയും കാശ്മീരിൽ നിന്ന് രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് ഇതെത്തിക്കുന്ന പരിപാടി തന്നെയാണ് ഈ ഭീകരവാദ ഗ്രൂപ്പുകൾ കൃത്യമായിട്ട് നടത്തിയത്. പക്ഷേ 2017 ഇതിനെതിരെയുള്ള ഒരു നടപടി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ കൃത്യമായിട്ടുള്ള നിർദ്ദേശത്തോട് കൂടി ഈ രാജ്യം അല്ലെങ്കിൽ രാജ്യത്തെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ ഇതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 3 ദിവസത്തെ ഓപ്പറേഷനോട് കൂടി തന്നെ ഈ വിഷയം അവിടെ ഒരു പരിധിവരെ ഇല്ലാതെയായി. ഈ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ ക്ലീൻ ഔട്ട്. ജമ്മു കാശ്മീരിൽ നിന്ന് പൂർണ്ണമായിട്ടും ലഹരി സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് കൊണ്ടുപോകുന്ന വിൽപ്പനക്കാരുമായി അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നശിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി നടക്കുന്നത്. 2017 ഈ ഒരു വലിയ രീതിയിലുള്ള അറ്റാക്കിന്റെ ഭാഗമായിട്ട് അവിടെ ഹിസ്ബുൾ മുജാഹിദിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭീകര തലവൻ കൊല ചെയ്യപ്പെട്ടു. അത് നമ്മുടെ രാജ്യത്തിന്റെ സൈനികരുടെ കൃത്യമായിട്ടുള്ള ഇടപെടൽ മൂലം ഒരു ഭീകരവാദി, ആ ഭീകരവാദിയുടെ പേരാണ് ബുർഹാൻ വാനി. ഈ ബുർഹാൻ വാനി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അത്യാവശ്യം മോശമല്ലാത്ത രീതിയിൽ ഇന്ത്യയിൽ ജിഹാദികളുടെ ഒരു വലിയ തരത്തിൽ അവർ മനസ്സിൽ ഈ ഹമാസിനെ പോലെയൊക്കെ കൊണ്ടു നടക്കുന്ന ഒരു ഭീകര തലവനാണ്. ബില്ലാദിനെയൊക്കെ എങ്ങനെയാണ് ഈ ജിഹാദി സുഡാപ്പികൾ കാണുന്നത്, അതുപോലെ തന്നെ ഈ ബുർഹാൻ വാനിയോട് വലിയ ആരാധനയാണ്. ഇവന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ജമ്മു കാശ്മീരിനെ സ്വതന്ത്രമാക്കുക, അല്ലെങ്കിൽ കാശ്മീരിനോട് കൂട്ടിച്ചേർക്കുക, അല്ലെങ്കിൽ പാകിസ്ഥാനോട് കൂട്ടിച്ചേർക്കുക. ഇതായിരുന്നു ഇവന്റെ പ്രധാനപ്പെട്ട നയം. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിരവധി സൈനികരെ ഇയാൾ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ജമ്മു കാശ്മീരിൽ പലതരത്തിലുള്ള ആക്രമണ പരമ്പരകൾ നടത്തിയിട്ടുണ്ട്. കശ്മീരി പണ്ഡിറ്റുകളെ വധിച്ചിട്ടുണ്ട്. ഇവന്റെ ഒരു കുടുംബം തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തീവ്രവാദ സംഘം തന്നെയാണ്, അതിൽ തർക്കമില്ല. കൃത്യമായിട്ട് അവിടുത്തെ സംസ്ഥാന സർക്കാരിന്റെ കശ്മീരിലെ PDP അടക്കമുള്ള അല്ലെങ്കിൽ നാഷണൽ കോൺഫറൻസ് അടക്കമുള്ള പല സർക്കാരുകളുടെ ഭാഗമായിട്ട് അവരുടെ ഒരു തണലിലാണ് ഇവന്മാർ സുഖവാസത്തിൽ കഴിഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, നമ്മുടെ രാജ്യത്ത് ഒരു സംസ്ഥാനത്ത് ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വലിയ തരത്തിൽ ഈ ലഹരി ഉൽപ്പാദിപ്പിക്കുകയും ലഹരി ഉൽപ്പാദിപ്പിച്ചിട്ട് അത് മറ്റ് സംസ്ഥാനങ്ങളിൽ വിറ്റ് കാശ് ആക്കുന്ന തരത്തിലേക്കുള്ള ഒരു കലാപരിപാടി രാജ്യത്തെ പ്രധാനപ്പെട്ട തീവ്രവാദ സംഘടന എന്ന് പറഞ്ഞാൽ ആ സംഘടനയുടെ പരമാവധി നേതാക്കന്മാരെ ഇപ്പോൾ പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്തിട്ടുണ്ട് നമ്മുടെ സൈനികർ. ഈ ബുർഹാൻ വാനി എന്ന് പറയുന്ന ഭീകര തലവന്റെ നേതൃത്വത്തിൽ ഒരുപാട് കോടികൾ വിലമതിക്കുന്ന ലഹരി അല്ലെങ്കിൽ ഈ മയക്കുമരുന്ന് നമ്മുടെ രാജ്യത്ത് വിൽപ്പന ഈ ഭീകരവാദ സുഡാപ്പികൾ നടത്തിയിട്ടുണ്ട്, തർക്കമില്ല. അപ്പോൾ ഈ ഓപ്പറേഷൻ ക്ലീൻ ഔട്ട് എന്ന് പറയുന്ന ഈ സംഭവം നടത്തുന്ന സമയത്ത് 199ഓളം പ്രദേശങ്ങളിലാണ് നമ്മുടെ സൈന്യം ഒരേ സമയത്ത് കയറി ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ട് ഇത് വിൽക്കുന്ന അല്ലെങ്കിൽ ഇതിനോടകം തന്നെ പലതരത്തിൽ ഇത് രാജ്യത്ത് വിതരണം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരുപാട് ഭീകരവാദ തലവന്മാരെ കൃത്യമായിട്ട് വധിക്കുകയും നിരവധി സംവിധാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിടികൂടുകയും ചെയ്തു. അപ്പോൾ ലഹരി മാഫിയയുടെ എല്ലാ തരത്തിലുമുള്ള നട്ടെല്ല് മുടിക്കാനായിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരു ചെറിയൊരു നിർദ്ദേശം മാത്രം കൊടുക്കാനേ സാധിച്ചിട്ടുള്ളൂ. കാരണം അതുമാത്രം മതിയായിരുന്നു. അത്രയ്ക്കും കോൺഫിഡൻ്റ് ആയിട്ടുള്ള കഴിവുള്ള ഉദ്യോഗസ്ഥന്മാരാണ് നമ്മുടെ സേനയിലും പോലീസിലും ഉള്ളത്. പക്ഷേ കേരളത്തിലേക്ക് വരുന്ന സമയത്ത് ഇത് വലിയൊരു പ്രശ്നമുണ്ട്. ഇതിൽ വലിയ തരത്തിൽ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രസ്താവന പോലും നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇല്ല. അവർ പല വിഷയങ്ങളിലാണ് സംസ്ഥാനത്ത് CPM-ന്റെ സമ്മേളനങ്ങൾ അങ്ങനെയുള്ള കുറേ കലാപരിപാടിയിലാണ്. അടിസ്ഥാനപരമായിട്ട് ഇതിനൊരു സൊല്യൂഷൻ കാണാനായിട്ട് വേണ്ടിയിട്ടുള്ള കാര്യമായിട്ടുള്ള സംഭവമൊന്നും നടക്കുന്നില്ല. കഴിഞ്ഞ ദിവസം രാത്രി ഒരു ഓപ്പറേഷൻ നടത്തിയിരുന്നു. പക്ഷേ ഇതൊക്കെ കൊച്ചി കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രമുള്ളൊരു കലാപരിപാടി മാത്രമാണ്. കൊച്ചിയിലാണോ ഈ പറയുന്ന ലഹരി മാഫിയ ഏറ്റവും കൂടുതൽ എന്ന്
നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രത്യേക പ്രദേശമെന്ന് ഇന്ന് കേരളത്തിലില്ല. ഒരു സമയത്ത് കൊച്ചിയായിരുന്നു, പക്ഷേ ഇന്ന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലും ലഹരി മാഫിയക്ക് കൃത്യമായിട്ടുള്ള സ്വാധീനമുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ ഏത് തരത്തിലുള്ള ഒരു ലഹരി വേട്ടയാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഏത് തരത്തിൽ ഓപ്പറേഷനാണ് നടന്നിട്ടുള്ളത്? നമ്മുടെ കൊല്ലത്തോ തിരുവനന്തപുരത്തും ആലപ്പുഴയിലും കാസർഗോഡും മലപ്പുറത്തൊക്കെ എങ്ങനെയാണ് നടന്നിട്ടുള്ളത്? അപ്പോൾ ഇത് പരിശോധിക്കുമ്പോൾ ഇവിടെയൊന്നും കാര്യമായിട്ടുള്ള ഓപ്പറേഷനുകൾ നടക്കുന്നില്ല. ചില സാധനങ്ങൾ വിൽക്കാൻ പോകുന്ന സമയത്ത് അതിൻ്റെ കുറച്ച് ഇത് വിൽപ്പന നടത്തുന്ന ആളുകളെ മാത്രം അറസ്റ്റ് ചെയ്യുന്ന തരത്തിലേക്കുള്ള നിലപാടാണ് ഇത്രയും കാലമായിട്ടുണ്ടായിരുന്നത്. ഇത് പിടിക്കപ്പെടുന്നവനോ അല്ലെങ്കിൽ പിടിക്കപ്പെടുന്നവൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇവർക്ക് ലഭിച്ചാലും മുന്നിലുള്ള അല്ലെങ്കിൽ മുകളിലുള്ള ആളുകൾക്കെതിരെ നടപടി എടുക്കാനായിട്ട് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ കേരളത്തിൽ ലഹരി മാഫിയക്കെതിരെ ശക്തമായിട്ട് നടപടിയെടുക്കാൻ കഴിവുള്ള ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ കേരളത്തിലെ പല മാധ്യമങ്ങളും തന്നെ ഈ ഒരു വിഷയം റിപ്പോർട്ട് ചെയ്തതാണ്. അതിൽ അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കുക, കോഴിക്കോട് പന്നിയങ്കര പോലീസ് സ്റ്റേഷനിലെ കിരൺകുമാർ എന്ന് പറയുന്ന ഒരു പോലീസുകാരൻ കഴിഞ്ഞ ഫെബ്രുവരി മാസം മാത്രം 44 മയക്കുമരുന്ന് കേസുകളാണ് ആ പന്നിയങ്കര പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കേസുകൾ അടിസ്ഥാനപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ലഹരി മാഫിയയെ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്തു പോയ ഒരു SIയുടെ കഴിവാണെന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാകും. പക്ഷേ ഇപ്പോൾ ആ SI അവിടുന്ന് മാറ്റാൻ വേണ്ടിയിട്ടുള്ള നടപടിയിലേക്ക് സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ നിലവിലെ പ്രതിപക്ഷ പാർട്ടികളിലും വലിയ രീതിയിലുള്ള പ്രഷർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സർക്കാർ ഇയാളെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള കലാപരിപാടി പൂർണ്ണമായിട്ടും നടത്തി. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, സ്ട്രോങ് ആയിട്ട് നമ്മുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇതുപോലെയുള്ള ലഹരി മാഫിയക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി എടുത്തൊരു പോലീസുകാരനെ പോലും സ്വസ്ഥമായിട്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഇവിടെയുള്ള ഈ പിണറായി വിജയന്റെ അനുയായികളും പിണിയാളന്മാരും ആരും തന്നെ അനുവദിക്കുന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഉദ്യോഗസ്ഥന് അവിടെ നിന്ന് സ്ഥലം മാറി പോകേണ്ടി വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകും. ജനങ്ങൾ വലിയ രീതിയിലുള്ള ഭീമമായിട്ടുള്ള ഒരു ഒപ്പ് ശേഖരണമൊക്കെ നടത്തി ഇദ്ദേഹത്തെ ഇവിടുന്ന് മാറ്റിയെടുത്ത് ഇദ്ദേഹം വന്നതിന് ശേഷമാണ് സമാധാനപരമായിട്ട് ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ സാധിക്കുന്നത് എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇതൊന്നും സർക്കാർ ഇതിനെ അടിസ്ഥാനപരമായിട്ട് മുകളിൽ കെടുക്കുന്നില്ലത് തന്നെയാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ രീതിയിലുള്ള സ്വഭാവ രീതിയിൽ നമ്മുടെ മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാരും മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് ലഹരി മാഫിയക്കൂടെ ശക്തമായിട്ടുള്ള രീതിയിൽ വേരോട്ടം ഉണ്ടാക്കാൻ സാധിക്കാതിരിക്കുക? അവർ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കഴിഞ്ഞു. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പിടിച്ചാൽ കിട്ടാത്ത രീതിയിലേക്കുള്ള ഒരു വൻ മരമായിട്ട് ഇവിടുത്തെ ലഹരി മാഫിയ മാറിയിരിക്കുന്നു. ഇതുപോലെയുള്ള വലിയ ലഹരി മാഫിയെ ഒതുക്കിയത് എങ്ങനെയാണെന്ന് മോദി തന്നെ കശ്മീരിൽ കാണിച്ചു തന്നിട്ടുണ്ട്. കശ്മീരിലെ ലഹരി മാഫിയയുടെ കയ്യിൽ എല്ലാ തരത്തിലുമുള്ള ആയുധങ്ങളുണ്ടായിരുന്നു, പുതിയ തരത്തിലുള്ള പല സംവിധാനങ്ങളും ഉണ്ടായിരുന്നു, മറ്റെല്ലാ നെറ്റ്വർക്കുകളും ഉണ്ടായിരുന്നു. കേരളത്തിലെ ഈ ലഹരി മാഫിയയുടെ കയ്യിൽ പ്രത്യേകിച്ച് ആയുധങ്ങളോ കുന്തങ്ങളോ ഒന്നുമില്ല, തോക്കും ബോംബും ഇതൊന്നും ഇവിടെ ഉപയോഗിക്കാനും സാധിക്കില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പോൾ നിസ്സാരമായിട്ട് ഇത് അവസാനിപ്പിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ നാട്ടിലുണ്ട്. ഇതിനെതിരെ നടപടിയെടുക്കാതെ മുന്നോട്ട് പോകുന്ന നമ്മുടെ സർക്കാരിനെ നമ്മൾ പറഞ്ഞാൽ മതിയല്ലോ, അല്ലാതെ വേറെ മറ്റാരെയും ഇതിൽ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. പുതിയ ജനറേഷനാണ്, പുതിയ ചെറുപ്പക്കാരാണ്, ഇവർ ഈ ഇതുപോലെയുള്ള അപകടങ്ങളിൽ പെടാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ്. അപ്പോൾ ഇവരെയും കൂടി ഇതിൽ നിന്ന് സംരക്ഷിക്കണമെങ്കിൽ പൂർണ്ണമായിട്ടും ഇതിനെതിരെ നടപടിയെടുക്കാനുള്ള ഇച്ഛാശക്തി നമ്മുടെ സർക്കാരിനുണ്ടാകണം.